എന്നോടൊന്നും പറയാനില്ലേ? അതിപ്പോ എന്നാ എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞ ഇത്രയും നാളും മനസ്സിലെ വിഷമം മുഴുവൻ മറക്കാൻ എന്നെ സഹായിച്ചത് സോമന. ഇണങ്ങിയും പിണങ്ങിയും വേറൊന്നും ഓർക്കാതെ ഓരോ ദിവസം കഴിഞ്ഞു പോയത് സോമനുള്ളതുണ്ടാ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ? ജോലി കിട്ടിയെന്നും അടുത്ത ആഴ്ച പോണോന്നും ഞാൻ അമ്മച്ചിമാരോട് പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥയില് എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. സോമനൊന്ന് നമുക്ക് പാലക്കച്ചനെ കൊണ്ട് പറയിപ്പിക്കാം. അച്ഛനാവുമ്പോ അതിന്റെ വഴിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ചേട്ടത്തി, ആരാത്? കൊച്ചോ? ഇവരൊക്കെ എവിടെ പോയി? ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോയിരിക്കുക. ചേട്ടത്തി പള്ളി പോയില്ലേ? ഞാനൊന്ന് ആശുപത്രി വരെ പോയിരിക്കായിരുന്നു. ആരാ ആശുപത്രിയില്? എന്റെ മോനാ മാത്തൂട്ടി. പേര് പറ്റിക്കൊണ്ടുവന്നു. എന്തു പറ്റി? ഓ, അതൊന്നും പറയണ്ട എന്റെ കൊച്ചെ. അവൻ ഒരു പനി എന്തോ കണ്ട് പേടിച്ചതാ. അതോ ഇനി കുതിര ചവിട്ടിയതിന്റെ ആണോന്ന് അറിയത്തില്ല. കുതിര ചവിട്ടിയോ? ഓ, എന്നാന്നറിയത്തില്ല. മിണ്ടാ പ്രാണികൾക്ക് അവനെ കണ്ട വലിയ കാര്യ. ദേ അവര് വന്നു. കുറച്ചു നേരായി. പ്രോബ്ലം ഒന്നുമില്ല. പറയാം. നീ വരുമെന്ന് അച്ഛൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വരുമെന്നാ ഞങ്ങള് കരുതിയേ. നാളെ കാലത്ത് തന്നെ അങ്ങ് എത്തണം. അതുകൊണ്ടാ ഞാൻ. അപ്പോ ഇന്ന് തന്നെ പോയേ പറ്റൂ അല്ലേ? വാതിൽ തുറക്ക. ആ, ദൈവഹിതം എന്നാന്ന് വെച്ചാൽ നടക്കട്ടെ. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നല്ലയോ? എന്നായാലും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പോയാ മതി. അതിപ്പോ വൈകിയ തടസ്സമൊന്നും പറയണ്ട. ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. അടുത്ത ഞായറാഴ്ച സോഫിയും പോവുക. അവക്ക് വേറെ ജോലി കിട്ടി. ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതിയെന്നായിരിക്കും ദൈവനിശ്ചയം. ആ ചേട്ടത്തി, ഓ ഊണ് കേമായിക്കോട്ടെ. ആ, കോഴിനെ പിടിക്കണാവോ? വേണ്ട. ഓ, കോഴിക്ക് ആയുസുണ്ട്. എന്നാ പിന്നെ പരിപ്പും പപ്പടവും പായസവും ആയിക്കോട്ടെ അല്ലേ? പായസോ? ഞങ്ങൾക്കല്ലേ. ആ, അങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ ഈ സ്വർഗത്തിൽ ഞങ്ങളും ചേട്ടത്തിയും പിന്നെയും തനിച്ചാകും. എല്ലാം റെഡിയായി ചേട്ടത്തി? ഉവേ, പായസം ഒന്ന് തിളക്കേണ്ട താമസേ ഉള്ളൂ. ഇതുവരെ പാകായില്ലേ? ദേ, എനിക്ക് 2 കയ്യേ ഉള്ളൂ. ഇട് കുടുക്കേന്ന് ചോറും കറിന്ന് പറഞ്ഞാലേ ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ മന്ത്രക്കുടുക്കൊന്നും ഇല്ലെന്ന് കണ്ടോ? ശരി. സോമനും ട്രീസ എന്തിയേ? മുറിയിലുണ്ട്. നീ ചെന്ന് അവരോട് ഇങ്ങ് വരാൻ പറ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങനാ? അങ്ങോട്ട് ചെല്ലടാ. ചെല്ലണമെന്നുണ്ട്, പക്ഷെ എന്തോ ഒരു പേടി പോലെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരെയും പേടിയില്ലെന്ന് നീ തന്നെയല്ലേ പറയാറ്? ശരിയാണ്, പക്ഷേ പോകാനുള്ള സമയമെടുക്കും തോറും നെഞ്ചെടുപ്പ് കൂടി കൂടി വരിക. അവളോട് എല്ലാം തുറന്നു പറയുന്നത് നല്ലതെന്ന് എന്റെ മനസ്സ് പറയണു. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. ഇപ്പോ സോഫിയോടൊന്നും പറയാൻ നിൽക്കണ്ട. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയ്ക്കെന്താ ഭ്രാന്താണോ? നീ എന്താ അവളോട് പറയാൻ പോണത്? എന്തൊക്കെയായാലും അവളുടെ ഏട്ടനെ കൊന്ന കേസിലെ 1-ാം പ്രതിയാ നീ. ഊണ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകും. അതുവരെ പഴയതുപോലെ വളരെ കാഷ്വലായിട്ട് പെരുമാറണം.
വിളിച്ചോ? എന്നാ എന്നാ നീ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. പാവം, സോമം പോകുന്നേല് അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. മോളെ, ആ ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് നോക്കിയ സോഫി. സോഫിയെ, എന്നാ നിപ്പ ഇത്? ആ ജഗ്ഗിലെ ചേലം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ചെല്ല്. ഓ, കിച്ചടി മറന്നു. ആഹാ, രണ്ടാളും കൂടി എന്നതായിരുന്നു വിശേഷം പറച്ചില്? അമേരിക്കന്ന് വല്ല മദാമ്മമാരെയും പൊക്കിയെടുത്തോണ്ട് വന്നേക്കരുതെന്ന് ഞാൻ പറയായിരുന്നു. അങ്ങനെ എങ്ങാനും വന്നാ നല്ല ചുട്ട അടി കിട്ടുവേ. ഓ, എന്റെ മോൻ അങ്ങനൊന്നും വീഴത്തില്ല. വീഴത്തില്ല വീഴത്തില്ല, വീഴിക്കത്തേ ഉള്ളൂ. ഇവിടെ തന്നെ കണ്ടില്ലേ, ഇനി വീഴാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. അല്ലേ, വെള്ളം എടുത്തില്ലേ? അത് ഞാൻ മനസ്സ് എവിടെയോ വീണ് കിടക്കുക. ചേർത്ത് വെള്ളം എടുത്തോണ്ട് വന്നേ. ഓ, മോളിങ്ങോട്ടിരിക്കെ. മോളെ കഴിക്ക്. പായസം എടുത്തു വെച്ചിട്ടുണ്ട്. ചൂട് പാകാവുമ്പം എടുത്തു കൊടുത്തേക്കണേ. അല്ല, നിനക്കിത് എന്നാ പറ്റിയതാ? കൊറേ നേരം ആയല്ലോ കടന്നൽ കുത്തിയ പോലെ. ചേട്ടത്തിയെ, ഇപ്പൊ വന്നേക്കാം. ഓ, കുര്യാക്കൊച്ചേട്ടൻ എത്തിയോ? പള്ളിയിൽ വെച്ച് കണ്ടപ്പോ അന്നക്കൊച്ചമ്മയാ വരാൻ പറഞ്ഞത്. മാനേജർ കൊച്ചൻ പോവാണല്ലേ? ആ, പിന്നെ കിക്കിലി എങ്ങോട്ടാ? എന്റെ മാത്തൂട്ടിക്ക് ഇച്ചിരി ചോറ് കൊണ്ടു കൊടുക്കാനാ. അല്ല, അവരെ പശുവോ കുതിര പറ്റ ചവിട്ടിന്ന് കേട്ടു. നേരാ? ഓ, എന്നാ പറയാനാ, പശുവും കുതിരയും മാറി മാറി ചവിട്ടി ചവിട്ടി ഇനി കലങ്ങാനൊന്നും ബാക്കിയില്ല. ആ, ഈശോയെ. സോഫിയോള് കണ്ടോ? ആളുകൾ വരും പോകും. പക്ഷെ എന്റെ ഈ കഴിച്ചൂട് അറിഞ്ഞാലേ നമ്മുടെ ബെൻസൂട്ടിന് സമാധാനാവും. ഡാ, വണ്ടി ഇപ്പൊ റെഡി. ആ മാനേജർ കൊച്ചിനോട് ഒരുക്കിക്കോളാൻ പറ. നീ പറഞ്ഞത് നേരാ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ ഉള്ളിലും വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു. ഒരു കണക്കിന് ഞാൻ ഉണ്ടെണീറ്റത്. ചേട്ടത്തി എന്തിയെ? വീട്ടിൽ പോയി. അടുത്ത ഞായറാഴ്ച തന്നെ സോഫിയും പോകുമല്ലേ? അവക്ക് വല്ലാത്ത വിഷമമുണ്ട്. നീ കഴിക്കണില്ലേ? കഴിക്കാൻ തോന്നണില്ല. അവര് കാര്യമായിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതല്ലേ, ഇത്തിരി കഴിക്കടാ. എങ്ങോട്ടാ? ഞാനിപ്പോ വരാം. എന്താ ഈ നേരത്തെ ഒരു പ്രാർത്ഥന? എന്തോ മനസ്സിനൊരു വല്ലായ്മ. കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഒരാശ്വാസ. അല്ല, നീ പായസം കഴിച്ചില്ലേ? നിങ്ങക്ക് തരാതെ ഞാൻ എങ്ങനെ കഴിക്കുക? അയ്യോ, നിനക്കറിയത്തില്ലയോ ഞങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്ന്? ഈ ഒരു പ്രാവശ്യം കൂടി ആവാം. ഞാനിന്ന് പോവല്ലേ, എൻ്റെ ഒരു സന്തോഷത്തിന്.
ആ പിന്നെ ഞാനിനി തിരിച്ചു വന്നിട്ടേ മധുരം കഴിക്കാവൂ. എത്രയും വേഗം നീ തിരിച്ചു വരണമെന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. അപ്രകാരം തന്നെ പായസമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അമ്മമാർക്ക് നൽകിക്കൊണ്ട് സോളമൻ ഇങ്ങനെ അരുൾ ചെയ്തു: ഇത് ഞാൻ തിരിച്ചു വരും വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ സ്നേഹമാകുന്നു. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. നീ കഴിക്കേ. ഞാൻ കഴിച്ചോളാം. കിക്കിലെടുത്തേ, ഒരു ഗ്ലാസ് പായസം കൊണ്ട് എടുത്തോളൂ. അപ്പോഴേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ സോഫി ഇങ്ങോട്ട് വിളിക്കേ. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൈകോർത്തൊരു സത്യം ചെയ്യണം. സത്യം? ആ, എവിടെ പോയാലും രണ്ടാളും ഈ സ്വർഗത്തിൽ തിരിച്ചു വന്ന് ഒരുമിച്ചൊരു കുടുംബമായിട്ട് ജീവിക്കുമെന്ന്. അതിപ്പോ ഞാൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ കൂടി ആഗ്രഹ. നീ അവളെ വിളിക്ക. ചെല്ലു സോമ. ഇത് ഞങ്ങൾ കഴിച്ചോളാം. ചെല്ലടാ. സോഫി, സോഫി. ആ, കുര്യാക്കച്ചൻ എത്തിയ. ഞാനിന്ന് പോവുക. നന്നായി, കർത്താവിന്റെ വിളി കേട്ടു. അല്ല, ആരെയോ വിളിക്കുന്നത് കേട്ടല്ലോ. സോഫിയെ കണ്ട? സോഫി അതേ ഏതാണ്ട് പൊട്ടൊക്കെ അടിച്ച പോലെ അങ്ങോട്ട് ഓടുന്ന കണ്ടു. എങ്ങോട്ട്? ആ, ചോദിച്ചിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. അതിന്റെ സ്വഭാവം ചിലപ്പോ അങ്ങനെയാ. എന്താ കുട്ടി നീ കാണിച്ചത്? അവര് പറയുന്ന ഞാൻ കേട്ടതാ. അയാളാ എന്റെ ചേട്ടന്. അല്ല, എനിക്കറിയാം. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളാം ഏറ്റത് കൊണ്ടാ അവൻ നിന്നോട്. സത്യം അറിയാതെ നീ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ദൈവം രക്ഷിച്ചു. എന്താ ഫാദർ? എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ? കാര്യം പറയൂ ഫാദർ. അല്ല, പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിന് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവളൊരു മണ്ടത്തരം കാണിച്ചു. എന്ത്? അല്ല, നീയും ട്രീസയും സംസാരിക്കുന്നത് കേട്ട് നിനക്ക് തന്ന പായസത്തില് അവൾ വിഷം ചേർത്തു. സത്യമാണോ ഞാൻ കേട്ടത്? എന്നോട് പൊറുക്കണം. പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാനേ തോന്നിയത്. എന്റെ അമ്മമാര്
അർഹിക്കാത്തതാണെങ്കിലും നിനക്ക് കിട്ടിയ ശിക്ഷ നീ അനുഭവിച്ചു. തെറ്റിദ്ധാരണ കൊണ്ടും പക്വതയില്ലായ്മയുടെ എടുത്തുചാട്ടം കൊണ്ടും അവള് ചെയ്ത തെറ്റിലുള്ള ശിക്ഷയും അവളോടുള്ള പ്രായശ്ചിത്തം പോലെ നീ ഏറ്റുവാങ്ങിയില്ലേ? വലിയ മനസ്സാ നിന്റെ. അത്രയ്ക്ക് വലിയ ത്യാഗമാണ് നീ ചെയ്തത്. അതുകൊണ്ട് തന്നെയാ നിനക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയതും. ആ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും. ആ പിന്നെ സോഫി, ആരുമില്ല അവക്ക്. ഞാൻ അവളെ ഒരു കോൺവെന്റിലാക്കിയിരിക്കുക. കുറ്റബോധം കൊണ്ട് അവൾ ആകെ വീർപ്പ് മുട്ടി കഴിയുക. സിമിത്തേരിയിലെ കുർബാനയ്ക്ക് വരണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാ. പക്ഷേ നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ. കാണണ്ടേ നിനക്കവളെ? ചെല്ല്, പ്രാർത്ഥനാ മുറിയിലുണ്ട്. വരുന്നുണ്ട് എൻ്റെ കൂടെ. നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നിക്കുന്നതും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതും സ്വപ്നം കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ട് ആത്മാക്കള് അവിടെ കാത്തിരിപ്പുണ്ട്. പോണ്ടേ നമുക്ക് കന്നഡ കളിയിലേക്ക്? Ha 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 ha!